മോക്ക് മമ്മൂക്കാനെ കാണണ്ടേ? കണ്ടേ? മമ്മൂക്കാനെ കണ്ട മോളെ എന്താ ചെയ്യണേ? ഉമ്മ കൊടുക്കൂ? ആഹാ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കോ? ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഈ അങ്കിളിനോട് ചോദിച്ചേക്ക് ഒച്ച കേൾക്കണ്ടോന്ന്. കണ്ട മരുന്നൊക്കെ കഴിക്കാറുണ്ടോ മോള്? ആ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മോള് അനങ്ങാതെ വീട്ടിലിരിക്കണ്ടോ? അമ്മ 5-ാം മാസം പ്രഗ്നന്റ് ആയപ്പോൾ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് കണ്ടത്. 3 ഓപ്പറേഷൻ വേണം, അതിലൊന്നേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞത് 2 കൂടി ഒരുമിച്ചുള്ള ഒരു ഓപ്പറേഷനാണ്. മാങ്ങമാക്കാക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ 7 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങളെയും കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഇതല്ല. ഒരു ബൊക്ക, പിന്നെ അതിൻ്റെ മേലെ മമ്മൂക്ക സ്നേഹപൂർവ്വം മമ്മൂട്ടീന്ന് എഴുതി സിഗ്നേച്ചർ. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക, അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്തൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് 3 വയസ്സുള്ള കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ. അത് കഴിഞ്ഞ് ഇരിക്കുന്ന കുട്ടിയാണ്. അവളുടെ പേരെന്താ? നിത ഫാത്തിമ. അങ്കണവാടിയിലാണോ പഠിക്കണേ? ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഈ അങ്കിളിനോട് ചോദിച്ചേക്ക് ഒച്ച കേൾക്കണ്ടോന്ന്. കണ്ട അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ക്യാമറയിൽ കേൾക്കും. കേൾക്കും. അവിടെ കേൾക്കും. തൊടണ്ട മോള്. മോളെ എവിടെയാ പഠിക്കണേ? വയാലിയിലാ? ബാലവാടിയിലാ? ആഹാ. രാവിലെ എന്താ കഴിച്ചേ? മാമുണ്ടോ? ആഹാ. എന്നിട്ട് ഇതെന്ത് ഇപ്പൊ ഈ വണ്ടിയൊക്കെ ഇട്ട് ഇരുന്ന് കളിയായിരുന്നോ? അവനെ മൂത്തലൊറ്റക്ക് പറ്റൂല അങ്കില് പന്നു. അപ്പം എൻ്റെ ഇക്കാക്കാണ്. അപ്പം എൻ്റെ ഉമ്മയ്ക്കാണ് ഉണ്ടത്. വീട്ടിലാരൊക്കെ ഉള്ളേ? ഉമ്മച്ചി, ഇക്കാക്ക? കാക്ക എന്നെ കൊണ്ടാക്കി കഴിയും. വയാന് കയ്യും വാവൊക്കെ കുറവുണ്ടോ? കുറവില്ല. പൊറത്ത് കണ്ണിക്കുണ്ട്. നല്ല കുപ്പിക്ക പണിക്കുണ്ട്. തല കുപ്പിക്കണം. മരുന്നൊക്കെ കഴിക്കാറുണ്ടോ മോള്? ആ. ഒരുപാട് മരുന്നുണ്ടോ? ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മോള് അനങ്ങാതെ വീട്ടിലിരിക്കണ്ടോ? അങ്ങനെ വീട്ടിലിരിക്കണ്ടോ? പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പറ്റൂലല്ലോ. ഇക്കാക്കയാണോ അന്നേരം കൂടെ എപ്പോഴും ഉണ്ടാവാറ്? ഇക്കാക്ക പെറ്റും വെച്ചും എപ്പോഴും വെച്ചും എന്നെ ഇഷ്ടമല്ലേ? മമ്മൂക്ക വിളിച്ചായിരുന്നോ? മമ്മൂക്ക ഇക്കാക്കല്ല. ഇക്കാക്കല്ലല്ലോ. ഇക്കാക്കല്ലല്ലോ. രാവിലെ ഇക്കാക്കല്ലല്ലോ. ഇക്കാക്കല്ലല്ലോ രാവിലെ. ഇല്ലല്ലോ. ഇല്ല. ഇല്ല. പിന്നെ രാവിലെ ഇക്കാക്ക വന്നിട്ടില്ലല്ലോ. രാവിലെ വന്നിട്ടില്ല. രാവിലെ വന്നിട്ടില്ല. പറയണ്ടേ? മോള് ഇവിടെ കിടന്ന സമയത്ത് മമ്മൂക്ക മോക്കൊരു പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ കളർ പോലത്തെ പൂക്കള് മോക്ക് കൊണ്ടു തന്നു. അതുപോലത്തെ പൂക്കള് മോക്ക് കൊണ്ടു തന്നായിരുന്നു മമ്മൂക്ക.
വീട്ടിലില്ലേ നമ്മൾ ഒട്ടിച്ചിട്ടില്ലേ അത് അത് അപ്പൊ കയ്യിനല്ലോ അപ്പൊ എന്താ മറ്റേ ചിച്ചിനെ എന്താ ഉമ്മച്ചി ചിരിക്കണം? ഉമ്മച്ചി ഓക്കെ. ഉമ്മച്ചി മോളിവിടെ ഉണ്ട് കേട്ടോ അല്ലേ? എന്താ മറ്റേ മോക്കടെ ഉമ്മച്ചി. ഉമ്മച്ചിയുടെ പേരെന്നാ? ആളു മാളു. ഖദീജ ഖദീജ. മോക്ക് മമ്മൂക്കാനെ കാണണ്ടേ? മമ്മൂക്ക കഴിച്ചു കണ്ടേ? മമ്മൂക്കാനെ കണ്ട മോളെ എന്താ ചെയ്യണേ? ഉമ്മ കൊടുക്കൂ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കോ? അന്നൊരു ഉമ്മ കൊടുത്തേ ആ ക്യാമറയിൽ നോക്കിയിട്ട്. ക്യാമറ കഴിയൂല ഇങ്ങനെ കാണിച്ചാൽ മതി ഉമ്മ. കൊടുക്കേ മമ്മൂക്കൊക്കെയുള്ള ഉമ്മയല്ലേ ഇത്? ഇനി നേരിട്ടാണ് വേണ്ടും കൊടുക്കൂലേ? മോനെ, മോൾക്ക് എത്ര വയസ്സ് മുതലാണ് അസുഖമൊക്കെ തുടങ്ങിയത്? ഓർമ്മയുണ്ടോ മോനെ? അമ്മ 5-ാം മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് കണ്ടത്. പിന്നെ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓളെ ഓപ്പറേഷൻ കഴിഞ്ഞു ഫസ്റ്റത്തെ. പിന്നെ ഒരു 2 ഓപ്പറേഷൻ 3 ഓപ്പറേഷൻ വേണം, അതിലൊന്നേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞത് 2 കൂടി ഒരുമിച്ചുള്ള ഒരു ഓപ്പറേഷനാണ്. ഇനിയിപ്പോൾ വേറെ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. വീട്ടിൽ വേറെ വാപ്പിച്ചി എന്താ ചെയ്യുന്നത്? വാപ്പ ഡ്രൈവറാണ്. നാട്ടിൽ തന്നെ. ഉമ്മച്ചി ഹൗസ് വൈഫും. നിങ്ങൾ 2 മക്കളാണോ ഉള്ളത്? 3. മൂന്നാമത്തെ ആള് ഇതാണ്. ഇത് അപ്പോൾ വേറെ മൂത്ത ചേട്ടനുണ്ടോ? മൂത്ത ഞാനാണ്, ഏറ്റവും മൂത്തത്. ഇനി എൻ്റെ അടിയിൽ എൻ്റെ ഒരു അനിയത്തിൻ്റെ 4ൽ പഠിക്കുന്നു. 4ൽ പഠിക്കുന്നു. 6ൽ പഠിക്കുന്നു. ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്തുനിന്നൊരു സഹായം കിട്ടും എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തായിരുന്നു നിങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മമ്മൂക്കാക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ 7 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങളെയും കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സഹായം മമ്മൂക്കാൻ്റെ അടുത്ത് ഉണ്ടായി. വലിയ ഉപകാരമായി. മമ്മൂക്ക വിളിച്ചിരുന്നോ അതിനെ? ഇല്ല, വിളിച്ചില്ല. ഇല്ല. എങ്ങനെ ഒരു പൂച്ചെണ്ട് എന്തോ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു? ഒരു ബൊക്ക, പിന്നെ അതിൻ്റെ മേലെ മമ്മൂക്ക സ്നേഹപൂർവ്വം മമ്മൂട്ടിന്ന് സിഗ്നേച്ചർ കൊണ്ടു തന്നത്. എങ്ങനെ നേരിട്ട് എത്തിച്ചേരുമായിരുന്നത്? അല്ല, അവിടുന്ന് ആൾക്കാരുടെ അടുത്ത് കൊടുത്തയക്കായിരുന്നു. ഇനി മമ്മൂക്കാനെ നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ടോ? അപ്പോൾ മോള് പറയണ്ടായി മമ്മൂക്കാനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന്. മോനും അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മോക്കടെ അവസ്ഥയും കാര്യങ്ങളും അല്ലെങ്കിൽ മോക്കടെ വീട്ടുകാരുടെ അവസ്ഥയും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ട് നേരിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണോ? എങ്ങനെയാണ് അത്? മോളുടെ ഉപ്പ പറഞ്ഞതാണോ? എങ്ങനെയായിരുന്നു? നേരിട്ട് അറിഞ്ഞതും ഉപ്പ പറഞ്ഞതും പിന്നെ ഞങ്ങളെ യൂണിറ്റിലുള്ള ജസീർഖാൻ്റെ അടുത്താണ്. ജസീർഖാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും എഫർട്ട് ഇട്ടുള്ളതൊക്കെ. അങ്ങനെ ജസീർക്ക് യൂണിറ്റിൽ പറയുകയും അതിനുശേഷം അമ്മുക്കാക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ജസീർഖാനെ കെയർ ആൻഡ് ഷെയറിന്ന് ഔദ്യോഗികമായിട്ട് ഫോൺ കോൾ വരിക ചെയ്തത്. പിന്നെ അവർ ചോദിക്കുന്നത് കൃത്യമായി പഠിച്ചു, അവരുടെ ആളുകളൊന്ന് പഠിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ വേണ്ട സഹകരണങ്ങളൊക്കെ ജസീർക്കാക്ക് കൊടുത്തു. എല്ലാവരും കൂടി കൂട്ടായ ഒരു തീരുമാനത്തിൽ യൂണിറ്റിലുള്ള എല്ലാവരും കൂടി പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്തത്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇതുവരെ എത്തിക്കുന്നു. ഈ സമയത്തും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങൾക്കാണ് എന്ത് കാര്യത്തിനും നിങ്ങൾ തന്നെയാണോ കൂടെ നിൽക്കുന്നത്? ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് ജസീർക്ക് ഏർപ്പാടാക്കിയാണ്. ജസീർക്കാൻ്റെ പ്രതിനിധിയായിട്ട് സത്യത്തിൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കണം. എല്ലാവരും കൂടി ഞങ്ങളെ യൂണിറ്റിൽ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട്. അപ്പോൾ ഒഴിവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്ന് ഞാനാണ് വന്നത്. ഇതിന് മുന്നൊക്കെ കൂടെ വന്നതും സംസാരിച്ചതും ഡോക്ടറുമായിട്ട് ഇടപെട്ടതെല്ലാം ജസീർക്കാണ്. ഓക്കെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്തും കാണുന്നുണ്ട് മമ്മൂക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മമ്മൂക്ക അതൊക്കെ ചെയ്ത് ഒരുപാട് ചാരിറ്റി വെൽഫെയർ സംഭവങ്ങൾ ചെയ്ത പരിപാടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ നേരിട്ടിട്ട് ബോധ്യപ്പെടുക, നമ്മൾ അതിലൊരു ഭാഗവാക്കാവാന്നുള്ളതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ഇത് ഭയങ്കരമാണ്. ഏറ്റവും നന്ദി പറയാനുള്ളത് മമ്മൂക്കോടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വരുന്നതൊക്കെ പിന്നെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇതിൽ നേരിട്ട് നമുക്ക് ഭാഗവാക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അതിലൊരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് മമ്മൂക്കയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നന്ദി മമ്മൂക്ക.